protesters who attack your car physically, who want to hurt you physically. They are protesters. They are criminals, out and out criminals, hired by Chief Minister. He pays them. And it is because Chief Minister has sent them. He wants me. Why he is sending them? Because he feels now control of the university after the judgment of the Honorable Supreme Court has gone out from their hand. And they were abusing everything in the universities. That control has gone away now. Therefore, they want to frighten me. If you cease to flee from them, I am not one who will flee. And morning when I went to Calicut city, I told them no police personnel, even on the sides. And I walked more than a kilometer. And see the footage, how people were loving, how they were affectionate, how they were showering their love on me. സ്വീകാര്യതയിൽ കേരളീയ മനസ്സ് അവരെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ കേരളീയ മനസ്സ് സ്വീകരിക്കാത്തതിന് കേരളത്തോട് വിരോധമായിട്ട് വരിക. ആ വിരോധമാണിപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രകടിപ്പിക്കുന്ന വിരോധത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായിട്ടാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും വന്നിട്ടുള്ളത്. ഇപ്പോൾ ബ്ലഡി കണ്ണൂർ എന്ന് പറയാൻ എന്താ കാരണം? അതിൽ ഇന്നലെ ഞാൻ പൊതുയോഗങ്ങളിൽ പറഞ്ഞതുണ്ട്. അതിന് പുറമേ ഒരു കാരണവും കൂടിയുണ്ട്. അതിനകത്ത് നാം കാണേണ്ടത് കണ്ണൂരായിരുന്നു ഒരു പരീക്ഷണശാലയായിട്ട് നേരത്തെ RSS എടുത്തത്. കേരളത്തിലെ RSSൻ്റെ ഒരു തുടക്കം മുതലേ ഉള്ളൊരു കേന്ദ്രം, അവരുടെ തുടക്കകാലത്ത് തന്നെ അവർ തുടങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് തലശ്ശേരി. അവിടെ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായില്ല. ഇന്നലെ രാജ്ഭവൻ പുറത്തിറക്കിയ പത്രക്കുറിപ്പിനകത്ത് തന്നെ അവർ പറഞ്ഞത് കേരളത്തിനകത്ത് മുഴുവൻ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്നതൊക്കെ പറഞ്ഞ ആൾക്ക് സ്വാഭാവികമായും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും കേരളത്തിനകത്തുള്ള സമാധാന അന്തരീക്ഷത്തെ സംബന്ധിച്ച്. പൊതുവെ ഏറ്റവും അധികം തിരക്കുള്ള ഒരു പ്രദേശമാണ് മുട്ടായി തെരുവ്. ആ തെരുവിനകത്ത് ഉൾപ്പെടെ അദ്ദേഹം സഞ്ചരിച്ച ഘട്ടത്തിൽ കേരളം UP പോലെയല്ല ഏറ്റവും സമാധാനപരമായി ജനജീവിതം സാധ്യമാകുന്ന ഒരിടമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഒന്ന്. രണ്ടാമത് അദ്ദേഹം കാണിച്ച ഷോ വർക്കിന്റെ ഭാഗമായി അവിടെ അദ്ദേഹത്തിന്റെ ചാർട്ടിനകത്ത്, അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ചാർട്ടിനകത്ത് എവിടെയും ഉണ്ടായിരുന്നില്ല അത്തരത്തിലൊരു യാത്ര. ഇവിടെ നിന്ന് അദ്ദേഹം പുറപ്പെടുന്ന ഘട്ടത്തിൽ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന പോലീസുകാർക്ക് പോലും അറിയില്ല. AKG സെന്ററിൽ നിന്നുള്ള ഭരണം കേരളത്തിലെ സർവകലാശാലകളിൽ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വേവലാതിയുടെ അടിസ്ഥാനം. അല്ലാതെ എന്താണ് ഗവർണർ ചെയ്തത്? കേരളത്തിലെ സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം തിരിച്ചുപിടിക്കാൻ പോകുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവർണർ, കേരളത്തിൽ ആദ്യമായിട്ട്. ഇന്നേ വരെ ഒരു ഭരണഘടനാ തലവനും ശ്രമിക്കാത്ത ഒരു കാര്യം ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ധീരമായി അതിനുവേണ്ടി ശ്രമിക്കുന്നു. എല്ലാവരും അതിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. കേരളത്തിലെ പൊതുസമൂഹം അതിന് അനുകൂലമാണ്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ക്യാമ്പസുകളിൽ കാലുകുത്തിക്കില്ലെന്ന SFIയുടെ വെല്ലുവിളി സ്വീകരിച്ച സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ കാലുകുത്തുക മാത്രമല്ല കറങ്ങി നടക്കുകയും ചെയ്തു. ബാനർ അഴിച്ചുവെപ്പിച്ച് SFIയെ പ്രകോപിപ്പിച്ചു. അതും പോരാത്തതിന് പോലീസ് സുരക്ഷ പോലും വേണ്ടെന്ന് പ്രഖ്യാപിച്ച് കോഴിക്കോട് മിഠായി തെരുവിലിറങ്ങി ഹൽവയും കഴിച്ചു. നാട്ടുകാർക്കൊപ്പം സെൽഫിയും എടുത്തു. 3 ദിവസത്തെ ഗവർണർ SFI തൊഡ്രാപാക്കല കളിക്ക് ശേഷം രാജ്ഭവനിലേക്ക് മടങ്ങി. 3 ദിവസം കേരളം കണ്ടത് എന്തൊക്കെയാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നമിടുന്നത് എന്താണ്? ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടാൻ സർക്കാരിന് കഴിയുമോ? കേരളത്തിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് പോലും രക്ഷയില്ലെന്ന ഗുരുതര ആരോപണത്തിലേക്ക് രാജ്ഭവൻ കടക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കിയോ? പ്രൈം ഡിബേറ്റിൽ ഇന്ന് CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് PA പ്രജി, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് PA പ്രജി, എങ്ങനെ കാണുന്നു ഇന്ന് ഗവർണറുടെ കോഴിക്കോട് മിഠായി തെരുവ് സന്ദർശനവും അതുപോലെ തന്നെ SFIയെ നിസ്സഹായരാക്കിക്കൊണ്ടുള്ള സെമിനാറിൽ പങ്കെടുത്ത് പ്രസംഗിക്കലും പിന്നെ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നുള്ള മടക്കവും? താങ്കളുടെ സൗണ്ട് കിട്ടുന്നില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഇപ്പോ കേൾക്കാമോ? കേൾക്കാം. ഈ ചോദ്യത്തിൽ
SFIയെ നിസ്സഹായരാക്കിക്കൊണ്ട് ഗവർണർ ഏതോ മഹനീയ പ്രവൃത്തി ചെയ്തു എന്നുള്ള ഒരർത്ഥം മഞ്ജുഷിന്റെ ചോദ്യത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണ് എന്ന് യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായില്ല. കാരണം SFIയെ പോലെ ഒരു വിദ്യാർത്ഥി സംഘടന, അല്ലെങ്കിൽ DYFA പോലെ ഒരു യുവജന സംഘടന, അല്ലെങ്കിൽ KSUവിനെ പോലെ ഒരു വിദ്യാർത്ഥി സംഘടന, ABVPയെ പോലെ ഒരു വിദ്യാർത്ഥി സംഘടന അവരുടെ സമരത്തിന്റെ പാതയിൽ ഒരാളിനെ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ അവിടെ കാലുകുത്തില്ല എന്നല്ലല്ലോ. അല്ലെങ്കിൽ ട്രെയിൻ തടയൽ സമരം നടത്തുന്നു. ട്രെയിൻ തടയൽ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുടനീളം അന്നത്തെ ദിവസം ട്രെയിനേ ഓടില്ല എന്നാണോ അതിന്റെ അർത്ഥം? വഴിതടയൽ സമരം നടത്തുന്നു. വഴിതടയൽ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ വഴി തടഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണോ അതിന്റെ അർത്ഥം? നേരെ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. SFIയുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇന്നത്തെ ദിവസം ആരിഫ് മുഹമ്മദ് ഖാനോട് വളരെ രോഷാകുലരായി അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിൽ ഈ വെർബലായിട്ടുള്ള മഞ്ജുഷിന്റെ പ്രയോഗം കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ കാല് കുത്തിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഇന്ന് 7 മണിക്കത്തെയും 8 മണിക്കത്തെയും ചർച്ച? പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ SFI ഇങ്ങനെ വിചാരിച്ച് കാണുകയില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഈ രീതിയിൽ പ്രതികരിക്കുമെന്ന്. ഇത് തുടക്കമിട്ടത് തിരുവനന്തപുരത്ത് വെച്ചാണല്ലോ. തലസ്ഥാനത്ത് അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിക്ക് SFI 3 ഇടങ്ങളിലായിട്ട് അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഒരിടത്ത് കാറിൽ നിന്ന് വെളിയിൽ ഇറങ്ങുകയും SFIക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്തു. പോലീസിനോട് അദ്ദേഹം കയർത്ത് സംസാരിച്ചു. ഇതൊരിക്കലും SFI പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അവിടെ വെച്ച് SFIയുടെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ കാല് കുത്തിക്കുകയില്ല സർവകലാശാലകളിൽ എന്ന് അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. ഇങ്ങനെയൊരു ഗവർണർ ഇതിനു മുൻപ് കേരളത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. അല്ലെങ്കിൽ SFI ആരോടെങ്കിലും ഈ സമീപനം എടുത്താൽ തിരിച്ച് ഈ സമീപനം ആരും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലുകുത്തിക്കില്ല എന്ന വെല്ലുവിളി ആദ്യത്തെ 3 ദിവസം ആവർത്തിച്ചവരാണ് SFI. അപ്പോൾ അതിൽ നിന്ന് പിന്മാറുക എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞു അതൊരു പ്രതീകാത്മകമാണെന്ന്. അങ്ങനെയാണെങ്കിൽ SFIയുടെ എല്ലാ സമരങ്ങളും പ്രതീകാത്മകമെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ 7.5 വർഷമായി അങ്ങനെ പ്രതീകാത്മക സമരങ്ങൾ തന്നെയായിരുന്നു. കാരണം ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ SFIക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതൊക്കെ മഞ്ജുഷിന്റെ മനസ്സിലിരിക്കുന്ന SFIയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മഞ്ജുഷ് വളരെ ലോങ് ആയിട്ടുള്ളൊരു ചോദ്യത്തിലൂടെ ഞാൻ പറയാൻ അനുവദിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണോ SFIയുടെ കഴിഞ്ഞകാല സമരങ്ങൾ, SFIയുടെ ചരിത്രം, കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ചരിത്രത്തിലേക്ക് പോകാനൊന്നും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. പക്ഷെ മഞ്ജുഷ് പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. ആ യോജിപ്പെന്ന് പറയുന്നത് കേരളം എന്നല്ല ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇങ്ങനൊരു ഗവർണറെ ഒരു മനുഷ്യനും കണ്ടിട്ടുണ്ടാവില്ല. കാരണം Z+ കാറ്റഗറി സുരക്ഷ അദ്ദേഹത്തിന് കൊടുക്കുന്നത് അത് മിസ്റ്റർ ആരിഫ് ഖാൻ ആയതുകൊണ്ടല്ല. എന്തുകൊണ്ടാണ്? ഭരണഘടനാപരമായ ഒരു പദവി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഭരണഘടനാപരമായ ഒരു മഹത്തരമായ പദവി വഹിക്കുന്ന മഹാനുഭാവനായ ഒരു മനുഷ്യൻ ആ കാറ്റഗറി സുരക്ഷകളെ എല്ലാം വിസ്മരിച്ചുകൊണ്ട് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലവാരത്തിലും താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് കോഴിക്കോട് മിഠായി തെരുവിലിറങ്ങി അലുവ കഴിച്ചു എന്നുള്ളത് ഒരു വലിയ സംഭവമായി മഞ്ജുഷിന് തോന്നുന്നെങ്കിൽ, അത് അദ്ദേഹത്തിന്റെ തന്റേടമാണ് എന്ന് തോന്നുന്നെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനയെ വാനോളം പുകഴ്ത്തുന്ന ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ചർച്ചയാണിത്. ഈ ഇന്ത്യൻ ഭരണഘടനയെ അവലംബിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഗവർണർമാരുടെ ഇടയിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം എന്തായിരിക്കുമെന്ന് മഞ്ജുഷ രണ്ട് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഞാൻ ഗവർണറെ പിന്താങ്ങുകയോ അല്ലെങ്കിൽ ഗവർണറെ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല. കാരണം ഗവർണർക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ചിന്തിക്കുന്ന ആളുകളുണ്ട് ഈ ചർച്ച കാണുന്നവരിൽ. ഒരു കാര്യം, അതിലൊരു കൂട്ടർ വിചാരിക്കുന്നത് ഗവർണർ കാണിച്ചത് ഒരു ഷോ മാത്രമാണ് എന്നാണ്. കാരണം അദ്ദേഹം ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നയാളാണ്. അതുകൊണ്ട് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും നിസ്സഹായരാക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, അതിനെ ഒരു ഷോ എന്ന് വിശേഷിപ്പിക്കാമെന്ന്. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ പറയുന്നത് ഇരട്ടച്ചങ്ക് യഥാർത്ഥത്തിലുള്ളത് ആരിഫ് മുഹമ്മദ് ഖാനാണ് എന്നുള്ളതാണ്. അതായത് ഈ ഊരിപ്പിടിച്ച വാളുകൾക്ക് നടുവിലൂടെ നടക്കും എന്ന വെല്ലുവിളി നടത്തുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, അത് പ്രാവർത്തികമാക്കി കാണിച്ച ഒരാൾ കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെ രണ്ട് തരത്തിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ട്. അതിപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ മറികടന്ന് ആദ്യമായിട്ടല്ല
ഈ ഭരണഘടനാ സ്ഥാപനത്തിലുള്ള ഒരാൾ പ്രവർത്തിക്കുന്നത്? പലതവണയും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ഇങ്ങനെ. രാഷ്ട്രപതി പോലും പല ഘട്ടങ്ങളിലും കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അബ്ദുൽ കലാമിൻ്റെ കാര്യം നമുക്കറിയാവുന്നതല്ലേ. അദ്ദേഹമൊക്കെ എത്രയോ തവണ അത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്, കുട്ടികളുമായി സംവദിച്ചിട്ടുണ്ട്, കുട്ടികളെ കാണുമ്പോൾ ആഹ്ലാദത്തോടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ സംഭവിക്കാം, അതിന് പൂർണ്ണമായിട്ടും വിമർശിക്കണമെന്നില്ല. പക്ഷേ താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ രീതിയിലും ഗവർണറുടെ ഇന്നത്തെ പെരുമാറ്റത്തെ കാണുന്നുണ്ട് ഷോയാണെന്നുള്ള കാര്യം. മഞ്ജുഷെ, ദയവായി ഈ അബ്ദുൽ കലാമിൻ കുട്ടികളുടെ ഇടയിൽ പോയതുപോലെ, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു കുട്ടികളുടെ ഇടയിൽ പോയതുപോലൊന്നും ഈ മനുഷ്യൻ SFIയുടെ ഒരു സമര പരിപാടി, ഒരു സമര ആഹ്വാനം വന്നതിന് ശേഷം മിഠായി തെരുവിലൂടെ തെക്ക് വടക്ക് നടന്ന് കേക്കും അലുവയും കഴിച്ചതിനെ കാണല്ലേ മഞ്ജുഷെ. അതിനെയും ഇതിനെയും ഒരുപോലെ എടുത്തു വെച്ച് ചർച്ച ചെയ്യല്ലേ. ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, ഇന്നത്തെ ചാനലുകളിൽ മിക്ക ചാനലുകളും എഴുതി കാണിച്ചൊരു ക്യാപ്ഷൻ കോഴിക്കോട്ട് ഗവർണറുടെ റോഡ് ഷോ എന്നായിരുന്നു. സത്യമല്ലേ? കോഴിക്കോട് എന്തിനാണ് ഗവർണർ ഇങ്ങനൊരു റോഡ് ഷോ നടത്തിയത്? അത് അദ്ദേഹത്തിന് ഇരട്ടച്ചങ്കുള്ളത് കൊണ്ടാണോ? നേരെ മറിച്ച് ഇരട്ടച്ചങ്കരായിട്ടുള്ള മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത് കൊണ്ട് അതിന്റെ തന്റെ ഇടത്തിലും അതിന്റെ സംരക്ഷണയിലുമാണ് കോഴിക്കോട്ടെ തെരുവുകളിൽ ഇറങ്ങി നടക്കാനുള്ള തണ്ടല്ലും തന്റെ ഇടവും ഈ ഗവർണർക്ക് ഉണ്ടായത് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞാൽ അങ്ങയുടെ മറുപടി എന്തായിരിക്കും? അങ്ങനെയാണോ അഡ്വക്കേറ്റ് പ്രജി? ഗവർണറെ അവിടെ നേരിടാൻ തയ്യാറായിട്ടുള്ളവർ ഒറ്റ ആൾക്കാർ മാത്രമേ ഉള്ളൂ. SFIക്കാർ, അല്ലെങ്കിൽ DYFIക്കാർ, അല്ലെങ്കിൽ CPMകാർ. അവർക്ക് മാത്രമല്ലേ ഗവർണറോട് ദേഷ്യമുള്ളൂ. പക്ഷേ ഗവർണറുടെ ദേഹത്ത് തൊട്ടാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ ആളുകൾക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട് മുകളിൽ നിന്ന്. അതാണല്ലോ കാലു കുത്തിക്കില്ല എന്ന് പറഞ്ഞു വന്നവർ ഗവർണറുടെ തൊട്ടടുത്ത് പോലും, അടുത്തുനിന്ന് പരിസരത്ത് പോലും പോകാതെ മാറി നിന്നത്. ആ തലസ്ഥാനത്തെ ആ സംഭവത്തിന് ശേഷം കാറിന്റെ അടുത്തേക്ക് പോലും വരാൻ എല്ലാവരും മടി കാണിച്ചു. അതുകൊണ്ട് ഗവർണറെ തൊട്ടാൽ എന്ത് സംഭവിക്കും എന്ന് അറിയാം ഇവിടെ. ആ ഒരു ഗവർണറുടെ കാർ അടിച്ചു പൊട്ടിക്കണമായിരുന്നു, അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കണമായിരുന്നു. ഷോയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആ രീതിയിൽ പറഞ്ഞിട്ടില്ല. കാറടിച്ച് പറഞ്ഞിട്ടില്ല. കാറടിച്ച് പൊട്ടിക്കും ഗവർണർ കാല് കുത്താൻ അനുവദിക്കില്ല, ഗവർണർക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞവർ എവിടെയെന്നാണ് ചോദിച്ചത്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിനകത്തൊരു വിഷയമുണ്ട് മഞ്ജുഷ. 1/2 മിനിറ്റ് പോലും ഞാൻ മറുപടി പറയുന്നതിന് മുമ്പേ തന്നെ മഞ്ജുഷ 1.5 മിനിറ്റ് ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ മറുപടി ഞാൻ പറയട്ടെ. മഞ്ജുഷ് ഉദ്ദേശിക്കുന്ന സമരം, SFI ചെയ്യുന്ന സമരം, പിടിച്ച വാളുമായി കോഴിക്കോട്ടെ മിഠായി തെരുവിൽ പോയി ഗവർണറെ ശാരീരികമായി ആക്രമിച്ച് അദ്ദേഹം കാലുകുത്താൻ അനുവദിക്കരുത്, വെർബലി കാലുകുത്താൻ SFI അനുവദിക്കില്ല എന്ന് പറഞ്ഞ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു സമര പരിപാടിയിൽ പോലീസുകാരോട് പറയുന്നു ഞങ്ങളെ തല്ലിയാൽ നിന്റെ അമ്മയെ കണ്ട് മരിക്കൂല. ഞാനും വിളിച്ചിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു മുദ്രാവാക്യം. അതിന്റെ അർത്ഥം ആ പോലീസുകാരും ഇനി അമ്മയെ കാണാതെ മരിക്കും എന്നാണോ? അപ്പോ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞാൽ SFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ഇന്നും പറഞ്ഞിട്ടുണ്ട് ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് വിചാരിച്ച് മഞ്ജുഷിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ മഞ്ജുഷിനെ പോലെ ചിന്തിക്കുന്ന ആളുകൾ ഇനിയും ഗവർണറെ SFI അങ്ങ് ശാരീരികമായി ആക്രമിച്ചു കളയും എന്നുള്ള മൂഢസ്വർഗത്തിൽ ഇരിക്കണ്ട. ഗവർണറുടെയും സ്വപ്നം ഒരുപക്ഷെ അതായിരുന്നിരിക്കാം. അതുകൊണ്ടാണല്ലോ Z++ കാറ്റഗറി സുരക്ഷയുള്ള അദ്ദേഹം ഇതിനെയെല്ലാം കാറ്റിൽ പറച്ചിക്കൊണ്ട് അവിടെ ഇന്ന് വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ, സബ്ജക്ട് ടു കറക്ഷൻ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കേട്ടത് 70 വയസ്സുള്ള ഒരാൾ ഈ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഒരു ചാനലിൽ ഞാൻ കണ്ടു. സബ്ജക്ട് ടു കറക്ഷൻ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. ഞാനും ശ്രദ്ധിച്ചു. അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കുകയും ചെയ്തു. പോലീസ് നൽകിയ വിവരം അവിടെ ഒരാൾ കുഴഞ്ഞു വീണിരുന്നു. അത് ഗവർണർ വരുന്നതിന് മുൻപാണ് കുഴഞ്ഞു വീണത്. അദ്ദേഹത്തെ ആശുപത്രിയെ കൊണ്ടുപോവുകയും ചെയ്തു. SFI അവിടെ ആരോപിച്ചിരുന്നു ഗവർണർ എത്തിയത് കൊണ്ട് വാഹനം കിട്ടിയില്ല, അതുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വൈകിയെന്ന്. പക്ഷേ പോലീസ് നൽകുന്ന വിശദീകരണം ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാണ്. അങ്ങനെ ഒരു വൈകൽ നടന്നിട്ടില്ല എന്നാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ വന്നാൽ അത് തിരുത്താം. ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അങ്ങനെയാണ്, പോലീസ് നൽകിയ വിവരമാണ് ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളത്. SFI സ്വാഭാവികമായിട്ടും അത് ആരോപിക്കും. കാരണം അവർക്ക് ആരോപിക്കാൻ പറ്റും. കാരണം ഗവർണർ എത്തിയപ്പോൾ അവിടെ വലിയ തിരക്കായിരുന്നു, വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി എന്ന കാര്യം സംശയമില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ ഇടയ്ക്ക് എന്നോട് ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെട്ടത്. മറ്റു രണ്ടുപേരിലേക്കും വരാം. ആരോഗ്യപരമായ ചർച്ചയാണല്ലോ. ഞാൻ സാധാരണ ഇടപെട്ട് ചോദിക്കുന്നതിൽ ഇതിന് നേരത്തെ തന്നെ ഇടപെടാറുണ്ടായിരുന്നു. താങ്കൾക്ക് ഇന്ന് കൂടുതൽ സമയമാണ് നൽകിയത്. ശ്രീജിത്ത് പണിക്കർ, ഗവർണറുടെ ഷോയെ കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? അല്ല, നോക്കൂ, ഇവിടെ ശ്രീ പ്രജി പറയുന്നത് SFI സമരത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭാവനാത്മകമാണ് എന്നും അതൊക്കെ ഞാൻ പറയാത്ത കാര്യങ്ങൾ തുടക്കത്തിലെ ഇങ്ങനെ പറയല്ലേ.
ഇങ്ങനെ പറയുമ്പോഴാണ് ഇടപെടേണ്ടി വരുന്നത്. ഞാൻ എവിടാണ് പറഞ്ഞത് ഈ ഭാവനാത്മകമാണ് SFI? എനിക്കങ്ങനെയാണ് മനസ്സിലായത്. കാരണം മുദ്രാവാക്യം വിളിക്കുമ്പോൾ മുദ്രാവാക്യം അതേപടി താങ്കൾ വിശ്വസിക്കരുത് എന്ന്. അല്ല, ചോരച്ചാലുകൾ നീന്തി കയറിയ എന്ന് പറയുമ്പോൾ അങ്ങനെ ചോരച്ചാലുകൾ നീന്തി കയറിയത് നിങ്ങൾ വിശ്വസിച്ചാൽ അത് നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റുമെന്നാണല്ലോ താങ്കൾ ഉദ്ദേശിച്ചത്. SFIക്കാർ കാണിച്ചിരിക്കുന്ന ആ ഒരു സംയമനമെങ്കിലും ശ്രീ പ്രജി ഒന്ന് കാണിക്കണം. SFIക്കാരുടെ സംയമനം, SFIക്കാർ കാണിച്ച ആത്മനിയന്ത്രണവും ശ്രീ പ്രജി ഒന്ന് കാണിക്കണം. അല്പസമയം അങ്ങയുടെ 14 മിനിറ്റ് പ്രസംഗം ഞാൻ കേട്ടു. ദയവ് ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കുക. അതല്ല എങ്കിൽ മിണ്ടാതെ ഇരുന്ന് സഹകരിക്കുക. കാലെടുത്ത് കുത്താൻ അനുവദിക്കില്ല എന്നുള്ള വെർബൽ അർത്ഥമല്ല ഒരു സമര പരിപാടി. അതായത് അവിടെ വരാൻ സമ്മതിക്കുകയില്ല, തടസ്സമുണ്ടാക്കും, അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വരുമെന്നാണ് എനിക്ക് മനസ്സിലായത്. ശരി, പ്രജി മനസ്സിലായി. ശ്രീജിത്ത്, പ്രജി പറയുന്നത് കാലുകുത്താൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞത് കാലിക്കറ്റ് സർവകലാശാലയിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്നതല്ല ഉദ്ദേശിച്ചത് എന്ന് എനിക്ക്. ശരി ശ്രീജിത്ത്, നോക്കൂ, കാലെടുത്ത് കുത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന കാര്യത്തിലോ അമ്മയെ കണ്ട് മരിക്കില്ല എന്ന് പറയുന്ന കാര്യത്തിലോ ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് ഭാവനാത്മകമാണ് പ്രജി. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് SFI ഈ കാലം അത്രയും ക്യാമ്പസുകളിൽ വിളിച്ചിരുന്ന സമര പരിപാടികൾ സമരത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് ആർഷോയ്ക്ക് ഈ ആവേശം ഉണ്ടായിരുന്നെങ്കിൽ അത് കണ്ടാൽ രസം വന്നിരുന്നേ. സമര പരിപാടികൾ പങ്കെടുത്താൽ മനസ്സിലാകും അത് ഭാവനയാണെന്ന് പറയുന്നത് എവിടുത്തെ മലയാള ഭാഷയാണ്. നിങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ഭാവനാത്മകമാണെന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞതിനർത്ഥം. ഞാൻ പറയുന്നത് എന്നല്ല അതിന്റെ അർത്ഥം. എന്നാ പിന്നെ അവിടെ കാല് കുത്തിച്ചോ? എന്നാ പിന്നെ കാല് കുത്തിക്കത്തില്ല എന്നായിരുന്നോ? അല്ല, എന്നാ പിന്നെ കാല് കുത്തിക്കത്തില്ല എന്നോ അമ്മയെ കണ്ട് മരിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെയായിരുന്നോ? അങ്ങനെ അല്ല എന്ന് നിങ്ങൾ പറയുന്നു. അത് ഭാവനാത്മകമാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെന്ന് പറയുന്നു. ഇതെന്തിത്? ഇത് പ്രജി ഒരിടത്ത് നിൽക്കൂ. ഞാനിനി പറയുന്നത് പ്രജി അവിടെ ഇരുന്നൊന്ന് കേൾക്കൂ. അപ്പൊ ശ്രീജിത്ത് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീജിത്ത് പണിക്കർ ഉദ്ദേശിക്കുന്ന സമരം അതാണോ? കാലെടുത്തില്ല. ശരി, ഗവർണർ ഇറങ്ങിയാൽ അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കണം, ഇതാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി. സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഇത്തരത്തിലുള്ള ഭാവന സാമ്രാജ്യത്തിലെ കൊച്ചുറാണിയായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മറുപടി ഇനിയും പറയും. അന്ന് ഞാൻ സംസാരിച്ചോട്ടെ. നോക്കൂ, ഇത് കാണുന്ന പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഒരിടത്ത് അദ്ദേഹം പറയുന്നു കാല് കുത്താൻ ഗവർണറെ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ കാല് കുത്താൻ അനുവദിക്കില്ല എന്നല്ല അർത്ഥമെന്ന്. എന്ന് പറഞ്ഞാൽ അത് ഭാവനാത്മകമാണ്, പ്രതീകാത്മകമാണ്, ഞങ്ങളത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇനി പോലീസുകാർ വരുന്ന ആൾക്കാരോട് നിങ്ങൾ അമ്മയെ കണ്ടു മരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് അന്നേരത്തെ ആവേശത്തിന് പറയുന്നതാണ്, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും ഭാവന തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് SFI ഇത്രയും കാലം ക്യാമ്പസിൽ നടത്തിയിരിക്കുന്ന മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ പ്രതീകാത്മകമോ ഭാവനാത്മകമോ ആണെന്നും അതിന് വാക്യാർത്ഥത്തിൽ യാതൊരു ഉദ്ദേശവും ഇല്ല എന്നുമാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അത് പ്രേക്ഷകർ അല്ലെങ്കിൽ വിലയിരുത്തട്ടെ. നോക്കൂ, ഇവിടെ ശ്രീ പ്രജി മനസ്സിലാക്കേണ്ടത് SFI വിളിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങളെല്ലാം ഭാവനാത്മകമാക്കുമ്പോൾ ഇതിന്റെ എല്ലാം വാക്യാർത്ഥത്തിൽ തന്നെ ഗവർണർ എടുത്ത് ആ പരിപാടി അവിടെ അങ്ങ് നടത്തി കാണിച്ചു. അതായത് ഇന്ന് താങ്കൾ ഇപ്പൊ പുച്ഛിച്ചല്ലോ, എന്താ ഈ മിഠായി തെരുവിൽ നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ് പറഞ്ഞത്. മിഠായി തെരുവിൽ ഇന്ന് ആൾക്കാരുടെ സ്നേഹം കണ്ടുകൊണ്ട് ഗവർണർ അവിടെ നടന്നിരിക്കുന്നതാണ് യഥാർത്ഥ നവകേരള യാത്ര. ഈ കഴിഞ്ഞ 3 ദിവസം പ്രിജി പറയുന്നത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ വില കളഞ്ഞു ഗവർണർ എന്നാണ്. അതെങ്ങനെയാണ്? മിഠായി തെരുവിൽ മനുഷ്യരല്ലേ കച്ചവടം നടത്തുന്നത്? അവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നത് മനുഷ്യരല്ലേ? മിഠായി തെരുവ് കേരളത്തിലുള്ള ഒരു സ്ഥലമല്ലേ? അവിടെ ഒരു ഗവർണർ പോയി കഴിഞ്ഞാൽ അവിടെ വില പോകുമോ? എന്താ ഈ ഗവർണർ മതിലിടിച്ചിട്ട് എവിടെയെങ്കിലും പോയി നിന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ? അതോ ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ പോയിട്ട് ആ അമ്പലത്തിന്റെ പറമ്പിൽ വല്ല പരിപാടി നടത്തിയെങ്കിൽ മാത്രമേ അത് അംഗീകൃതമാകുകയുള്ളൂ? അതെന്താ മിഠായി തെരുവ് ഇവിടെ അല്ല? ഇന്നെന്താ AK ബാലൻ പ്രസ്താവന ഒരു ചാനലിൽ പറയുന്നത് ഞാൻ പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് ഗവർണർ ഇറങ്ങി നടക്കാൻ കഴിഞ്ഞുവെന്ന് അതിനുള്ള മറുപടി കൂടി പറയാനാണ്. ഇത് നിങ്ങളുടെ മൻ കി ബാത്ത് അല്ല എന്നൊക്കെ ഉള്ളത്. ഒന്ന് അല്പം ഞാനത് ചോദിച്ചു. താങ്കൾ അത് ചോദിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഞാൻ ശ്രീജിത്തോട് ചോദിച്ചു. ശ്രീജിത്തോട് ഞാനത് ചോദിച്ചു. ശ്രീജിത്ത് അതിന്റെ മറുപടി പറയും.
ഞാനത് മറുപടി പറയുകയാണ്. നോക്കൂ, ഇതിന്റെ പ്രശ്നം ഇന്ന് AK ബാലൻ പറയുന്നത് കേട്ടു. അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞാൽ അതിൽ പ്രശ്നമാണ്. എന്താ പ്രശ്നം? അദ്ദേഹത്തിനോട് വിരോധമുള്ള ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താലോ എന്ന്. അപ്പൊ ഈ ചാനലുകാരൻ, നമ്മുടെ ചാനലിലെ ആങ്കർ ചോദിക്കുന്നുണ്ട് തിരിച്ച്, വിഷം കലർത്തി കൊടുക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചതെന്ന്. ഉടനെ ഉരുളാൻ തുടങ്ങി. അല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഗവർണറോ രാഷ്ട്രപതിയോ കഴിക്കുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കണമെന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഈ മിഠായി തെരുവിലോട് പുച്ഛം? മിഠായി തെരുവിൽ നടത്തുന്ന കച്ചവടക്കാരോട് പുച്ഛം? അവരാൾക്കാരെ അപായപ്പെടുത്താനിരിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഗൂഢോദ്ദേശത്തോട് കൂടിയിട്ടുള്ള സംസാരം എന്താ ഇത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവരാരും കേരളത്തിലുള്ള മനുഷ്യരല്ലേ? ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് മഞ്ജുഷ്, കേരളത്തിൽ SFIയുടെ സ്ഥാനം എവിടെയാണെന്നും ഗവർണറുടെ സ്ഥാനം എവിടെയാണെന്നും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ SFIക്ക് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞിരുന്ന വാഗ്വാദങ്ങളും ഗീർവാണങ്ങളും എന്തൊക്കെയായിരുന്നു? ഒന്ന്, കോഴിക്കോട് ക്യാമ്പസിൽ കയറാൻ അനുവദിക്കില്ല, അദ്ദേഹം പ്രവേശിച്ചു. SFIയുടെ 6 ഷോ 4 ഷോ ആയിപ്പോയി. അതായത് ഈ 6 ഷോ എന്ന് പറഞ്ഞാൽ 6 മണിയുടെ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു. അത് 2 മണിക്കൂർ മുമ്പ് ഒരു 4 ഷോ ആയിട്ടങ്ങ് തുടങ്ങി. അതിനു മുമ്പേ ആൾക്കാരെല്ലാവരും തന്നെ അദ്ദേഹം വരുന്നതിന് 2 മണിക്കൂർ മുമ്പേ പ്രധാനികളെല്ലാം അറസ്റ്റ് വരിച്ച് അങ്ങ് പോയി, ആയുധം കെട്ട് വെച്ച് കീഴടങ്ങി. എന്നിട്ട് ഗവർണർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അങ്ങോട്ടുള്ള റോഡിൽ ഇവർ പ്രതിഷേധം നടത്തി. കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഗവർണർ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബാനർ കെട്ടി യുദ്ധം നടത്തി. അതെല്ലാം പിന്നെ ഗവർണർ വിളിച്ച് അഴിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയല്ല, അതിനപ്പുറത്തേക്ക് മാറി. മറ്റേ ഒരു നിയമമുണ്ട് 200 മീറ്റർ എന്നൊക്കെ, അതിനപ്പുറത്തേക്ക് മാറ്റിയിട്ട് വീണ്ടും ബാനർ കെട്ടി. പോലീസ് സംരക്ഷണത്തിന്റെ പിൻബലത്തിലാണ് ഗവർണർ ഈ ഷോ കാണിക്കുന്നതെന്ന് SFI പറഞ്ഞപ്പോൾ എനിക്ക് പോലീസ് വേണ്ട എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഈ കോഴിക്കോട് മിഠായി തെരുവിൽ കൂടി നടന്നു. അങ്ങനെ നിർബന്ധിതമായിട്ട് ആദ്യന്തം നിങ്ങൾ പരിപാടിയിൽ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് സർക്കുലർ ഇല്ലാതെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആരോടും പറയാതെ ഒരു പ്രദേശത്തേക്ക് ചെന്ന് അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് അദ്ദേഹത്തോടൊരു സമീപനം കാണിച്ചതെന്നുള്ളത് നോക്കുക. അദ്ദേഹത്തെ കാണുന്ന ആൾക്കാർ അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്നു, അദ്ദേഹത്തിനോടൊപ്പം ഫോട്ടോ എടുക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു, അദ്ദേഹത്തെ ചുംബിക്കുന്നു. നേരത്തെ ശ്രീ പ്രിജി തന്നെ പറഞ്ഞു വേറെ എങ്ങും ഇങ്ങനെ ഒരു ഗവർണർ ഇല്ലാന്ന്. ശരിയാ, ഇത്ര ജനകീയനായിട്ടുള്ള ഒരു ഗവർണർ ഒരുപക്ഷെ ഇന്ത്യയിൽ എങ്ങും ഉണ്ടാവില്ല. കേരളത്തിലായതുകൊണ്ടും പിണറായി വിജയൻ ഭരിക്കുന്നതായതുകൊണ്ടുമാണ് ഗവർണർക്ക് ഇങ്ങനെ നടക്കാൻ കഴിഞ്ഞത് എന്ന്, അതായത് സുരക്ഷിതരായി നടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിണറായി വിജയൻ അല്ല ഭരിക്കുന്നത്, മറ്റൊരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ, ഇപ്പൊ ഉമ്മൻചാണ്ടി ആയിരുന്നു ഭരിക്കുന്നതെങ്കിൽ ഈ ആൾക്കാരെല്ലാം എന്താ ആക്രോശത്തോടു കൂടി അദ്ദേഹത്തെ അപായപ്പെടുത്താൻ വേണ്ടിട്ട് വരുമെന്നോ? അത് കേരളീയരുടെ അല്ലെങ്കിൽ മലയാളികളുടെ സ്വഭാവമാണ്. ഏത് നാട്ടിലുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ഗവർണർമാർ നടന്നു പോകുന്നു. ഓരോ സംസ്ഥാനങ്ങളിൽ നടന്നു പോകുന്ന സമയത്തെല്ലാം ഗവർണർമാരെ ആൾക്കാർ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്? ഈ ചെരുപ്പെറിയാൻ വേണ്ടിയിട്ട് പോകുന്നതും കരിങ്കൊടി കാണിക്കാൻ പോകുന്നതും ഒക്കെ വേറെ പശ്ചാത്തലത്തിൽ അങ്ങനെ നിക്ഷിപ്ത താല്പര്യമുള്ള ആൾക്കാരാണ്. ഇവിടെ നടന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഗവർണർ SFIക്കാരെ മൂക്കുകൊണ്ട് ഇക്ഷ, ഇണ്ണ, ഗഗ്ഗ, ചച്ച, ദദ്ദ എന്നു വരപ്പിച്ചു. അങ്ങനെ വരപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അവസാനം എന്ത് പറ്റി? ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചർച്ചയിൽ വന്നിട്ട് ആൾക്കാർ പറയുക ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല പറയുന്നത്. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യൂ എന്ന്. ഇതിപ്പോ എന്താ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊക്കെ മുദ്രാവാക്യമൊക്കെ വിളിക്കും, ഞങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന്. ഞാനും പണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. ചർച്ചയിൽ വന്നിരിക്കുന്ന ഇടത് പ്രതിനിധി പറയുകയാണ്, ഞാനും പണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് പോലീസുകാരോട്, നിങ്ങൾ അമ്മയെ കണ്ട് മരിക്കൂല എന്ന്. ചെയ്യാൻ വേണ്ടിയിട്ടാണോ പറയുന്നതെന്ന്? അപ്പൊ ഇങ്ങനെ പൊള്ളയായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ SFI വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇതിൽ പരം എന്ത് തെളിവാ വേണ്ടത്? നിജേഷ്, ഇന്നത്തെ ഈ കാമ്പസ് യുദ്ധം ഇതൊരു 3 ദിവസമായല്ലോ തുടർന്നു വരുന്നത്. ഇതിൽ ആരാണ് വിജയിച്ചത്? ഗവർണറാണോ SFI ആണോ? അല്ല, എനിക്ക് ശ്രീ പ്രജിയുടെ വാക്ക് കേട്ട സമയത്ത് സന്ദേശം സിനിമയാണ് ഓർമ്മ വന്നത്. അല്ലെ, പ്രതിക്രിയാവാദവും എന്തൊക്കെയോ വാദവും പോയപ്പോ അവസാനം സഖാവ് പറയുന്നുണ്ട്, തോറ്റെങ്കിൽ തോറ്റു എന്ന് സമ്മതിക്കൂ സഖാവേ എന്ന്. അതാണ് പ്രിയപ്പെട്ട ശ്രീ പ്രജിയോട് പറയാനുള്ളത്. തോറ്റു എന്ന് സമ്മതിക്കാനുള്ള ഒരു ചെറിയ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. ആ മനസ്സുണ്ടായാൽ നമുക്ക് ബാക്കി പറയാം. 3 ദിവസം മുമ്പ് ഇതേ ചാനൽ ചർച്ചയിൽ വന്ന് SFIയുടെ ഒരു സംസ്ഥാന നേതാവ് വലിയ വായയിലാണ് പറഞ്ഞത് കാല് കുത്തിക്കില്ല എന്ന്. അതുകൊണ്ട് പ്രജി, കാല് കുത്തിക്കാല്ല ഞങ്ങൾ കരിക്കൊടി കാണിക്കുമെന്നാണ്, അത് പറഞ്ഞാൽ പോരെ? ഇനി അതല്ല ഞങ്ങൾ തടയും, അത് പറഞ്ഞാൽ പോരെ? കാല് കുത്തിക്കില്ല എന്ന് മലയാളത്തിൽ പറഞ്ഞ കാല് കുത്തിക്കില്ല എന്ന് തന്നെയാണ് അർത്ഥം. ആ അഹങ്കാരം ആ കുട്ടികൾ പറയുന്ന സമയത്ത് തിരുത്തി കൊടുക്കണം ഗോവിന്ദ മാഷ്. അത് തിരുത്തി കൊടുത്തില്ല. പ്രജി നേരത്തെ പറഞ്ഞൊരു വാക്കെന്താ? പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സ്റ്റാൻഡേർഡിലേക്ക് താന്നു. നിങ്ങൾക്കിത് പറയാൻ ഒരു ഇടതുപക്ഷ സഹയാത്രികന് നാണമുണ്ട്? പഞ്ചായത്ത് പ്രസിഡന്റ് അത്രയും മോശം ആണോ? ഈ കേരളത്തിലെ ജനപ്രതിനിധികളിൽ ഏറ്റവും പ്രഥമ സ്ഥാനം കൊടുക്കുന്ന വ്യക്തികളാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റാൻഡേർഡിലേക്ക് ഒരാൾ താന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് മുഴുവൻ നിങ്ങൾ ഇൻസൾട്ട് ചെയ്തല്ലേ? ഇനി മറ്റൊന്ന്, ഈ പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം SL സ്ട്രീറ്റിലൂടെ മിഠായി തെരുവിലൂടെ നടന്നത് എന്നാ പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ പിണറായി വിജയന് 100 മീറ്റർ കേരളത്തിൽ എവിടെയെങ്കിലും കണ്ണൂരിലെ പിണറായിയിലൂടെ നടക്കാനുള്ള ധൈര്യമുണ്ടോ? ഒറ്റയ്ക്ക് നടക്കാനുള്ള ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞൊക്കെ സമ്മതിക്കാം.
ആയിരക്കണക്കിന് പോലീസുകാരെയും അകമ്പടിക്കാരെയും ഒപ്പമുള്ള ആജ്ഞാനുവർത്തികളെയും തോക്കും എല്ലാ ഗുണ്ടാ സേനയുമായിട്ട് നടക്കുന്ന ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ നടന്നത് മൂപ്പനെ കണ്ടിട്ടാണെന്ന്. ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ ദയവ് ചെയ്ത് പറയരുത്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഗോൾ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. അങ്ങനെ ഒരു റേറ്റിംഗ് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തത് SFI എന്ന് പറയുന്ന സംഘടനയാണ്. കേരളത്തിലെ പോലീസിന്റെ അവസ്ഥ, കേരളത്തിലെ പോലീസ് മോനെ ആർഷോ വാ, എന്തൊരു നാണക്കേടാണ്. ഒരു പെൺകുട്ടിയോട് പറയാം മോളെ കരയല്ല. ഇത് പറയുന്നത് കേൾക്കുന്ന SFI എന്ന് പറയുന്ന സംഘടനയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ആവശ്യമില്ലാത്തത് സാധിക്കാത്തത് പറയാൻ നിൽക്കണോ? കാല് കുത്തിക്കില്ല. എന്താ SFIക്ക് ഈ തരത്തിൽ സംസാരിക്കേണ്ടതുണ്ടായിരുന്നു? നാറിയില്ലേ? ഇനി എങ്ങനെ കുട്ടികളുടെ മുഖത്ത്, അല്ലെങ്കിൽ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് മുതൽ ഇങ്ങോട്ട് സകലമാന പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്ന SFI ആവശ്യമില്ലാത്ത വേലിയുമ്പോ കിടക്കുന്നത് എടുത്ത് തോളിടേണ്ടി. ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാ പറയുക? നിങ്ങൾക്കെതിരെയുള്ള ആരോപണം SFI അതിനിടയിൽ കൂടി പറയുന്നുണ്ട്. കാരണം ഇവിടെ ഈ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്കെതിരെയുള്ള ഈ സമരമുണ്ടല്ലോ, അത് ഉയർത്തുന്ന ഒരു സന്ദേശമുണ്ട്. ഈ സർവകലാശാലകളെ RSS വൽക്കരിക്കുവാനുള്ള നീക്കത്തിനെതിരെ അദ്ദേഹം സെനറ്റിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കുന്ന നടപടികൾ, അതെന്തുകൊണ്ട് കോൺഗ്രസിന് അതിനെതിരെ എതിർപ്പുമായിട്ട് KSUവിന് എതിർപ്പുമായിട്ട് വരാൻ തോന്നുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. അല്ല മഞ്ജുഷ്, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇതേ ഗവർണർ, ഇതേ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് പക്ക കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാളെ VC ആക്കി അല്ലെ? അന്ന് കമ്മ്യൂണിസ്റ്റ് വൽക്കരണം അല്ലേ നടത്തിയത്? എന്തുകൊണ്ട് യോഗ്യതയില്ലാത്ത ഒരാളെ പിടിച്ച് VC ആക്കിയ സമയത്ത് SFI സമരം ചെയ്തില്ല? ഞങ്ങൾ അന്ന് KSU സമരം ചെയ്തില്ല. നിജേഷ്, നിങ്ങൾ ഈ ഗവർണറുടെ എല്ലാ ചെയ്തികളെയും ന്യായീകരിക്കുകയാണോ? നിങ്ങൾക്കത് പറ്റുമോ? ഒരു ഘട്ടത്തിലുമില്ല. ഞങ്ങൾ പറഞ്ഞ ഈ വിഷയത്തിൽ RSSകാരെ സെനറ്റിലേക്ക് തിരികെ കയറ്റുന്ന ഗവർണറുടെ നടപടിയെ ഞങ്ങൾ എതിർക്കുന്നു. ഒരു സംശയവുമില്ല. ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിലോ നിങ്ങൾ ഏത് പക്ഷത്താണ്? എങ്ങനെ? ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ പോരിൽ നിങ്ങൾ ഏത് പക്ഷത്താണ്? രാജ്ഭവൻ ഇന്നലെ ഇറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പ് താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് പോലും ഇവിടെ രക്ഷയില്ല എന്ന്. കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ മഞ്ജുഷെ, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകാരെ തിരികെ കയറ്റുന്നു, മറുഭാഗത്ത് RSSകാരെ തിരികെ കയറ്റുന്നു. ഇത് രണ്ടും തെറ്റാണ്. കമ്മ്യൂണിസ്റ്റുകാരെ തിരികെ കയറ്റാൻ വേണ്ടി പിണറായി വിജയൻ എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തപ്പോൾ സിന്ദാബാദ് വിളിക്കാനും RSSകാരെ തിരികെ കയറ്റുന്ന സമയത്ത് ഗോവയ്ക്ക് വിളിക്കുവാനും ഞങ്ങളെ കിട്ടില്ല. ഇത് നയത്തിന്റെ പ്രശ്നമാണ്. അർഹതയില്ലാത്ത ആളുകളെ ആര് തള്ളി കയറ്റിയാലും അത് തെറ്റാണ് എന്നാണ് കോൺഗ്രസ് നിലപാട്. കോൺഗ്രസിന്റെ നിലപാട് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് വഴിതടയലല്ല രാഷ്ട്രീയ സമരം. യൂത്ത് കോൺഗ്രസുകാരും KSUക്കാരും അരികെ നിന്ന് കരിങ്കൊടി കാണിക്കുന്ന സമയത്ത് പിറകെ വന്ന് തല്ലുന്ന പിണറായി സേന, പോലീസ് സേന, ഗൺമാൻ, ഇവരൊന്നും അല്ലല്ലോ, എവിടെ കാണുന്നില്ലല്ലോ. അതിനെയൊന്നും പ്രിജി ന്യായീകരിക്കുന്നില്ലല്ലോ, പ്രിജി അതിനൊന്നും എതിർക്കുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഗവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, പിണറായി വിജയനും സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, പ്രതിഷേധിക്കാനുള്ള അവകാശം SFIക്കുണ്ട്. അത് മാന്യമായി പ്രതിഷേധിക്കുക എന്നല്ലാതെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന ഭീഷണിയൊക്കെ പെടുത്തി വെച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വെട്ടിൽ വീഴാനാണ് സാധ്യത. ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, ഗവർണർക്കെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ഒരുപാട് ചർച്ചകൾക്കെതിരെ പറഞ്ഞതാണ്. ഗവർണർക്കെതിരെയുള്ള പോരാട്ടം രാജ്ഭവനെ ഉപരോധിച്ചുകൊണ്ടാവരുത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞുകൊണ്ടാവരുത്. നിയമപരമായ പോരാട്ടം തെലുങ്കാനയിൽ നടക്കുന്നു, തമിഴ്നാട്ടിൽ നടക്കുന്നു, ബംഗാളിൽ നടക്കുന്നു. എന്തുകൊണ്ട് നിയമപരമായ പോരാട്ടം 12 മാസക്കാലം നിർത്തിവെച്ചു? എത്ര ബില്ലുകൾ 12 മാസക്കാലം നിലച്ച് 8ഉം 9ഉം 10ഉം മാസക്കാലമായി വരുന്ന ബില്ലുകളെ അവിടെ വെക്കുന്ന സമയത്ത് ആപ്പിൾ കുട്ടയുമായി കേരളത്തിന്റെ മന്ത്രിമാരെ ഓരോരുത്തരെയായി രാജ്ഭവനിലേക്ക് പലവട്ടം അയച്ചു കൊടുത്ത പിണറായി വിജയന്റെ ഇരട്ട മുഖത്തിനെ ഞങ്ങൾ എതിർക്കുന്നു. കേരളത്തിലെ സർക്കാർ പ്രതിസന്ധിയിലാകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവരുന്ന ഗവർണർക്കെതിരെ പറഞ്ഞ് ചർച്ചകളെ വഴിമാറ്റി വിടുക എന്ന തന്ത്രം മാത്രമാണ്. ശരി നിജേഷ്. ശ്രീ പ്രിജി, ഇവിടെ നിയമപരമായ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു, അത് നോക്കുന്നുമുണ്ട്. ഗവർണർക്കെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ടല്ലോ. ഈ സെനറ്റിലെ നോമിനേഷൻ ആണെങ്കിൽ അത് ചിലതൊക്കെ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് SFI പോയി ഒരു വെട്ടിൽ വീഴുകയല്ലേ ഉണ്ടായത്. അതിപ്പോൾ നാണക്കേടായി മാറുകയും ചെയ്തു. അവിടെയാണ് ഈ ഭാവന കാമുകന്മാരായിട്ട് SFI നേതാക്കൾ മാറുന്ന ഒരവസ്ഥയൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെ എന്തായാലും ഇടത് സർക്കാർ ഭരിക്കുന്ന സമയത്ത് SFIക്ക് ഗവർണർക്കെതിരെ സമരം ചെയ്ത് വിജയിക്കുവാനുള്ള ത്രാണിയില്ല എന്ന കാര്യം അറിയാവുന്നതാണല്ലോ. അവിടെ അക്രമസമരം നടത്താൻ എന്തായാലും SFIയെ കൊണ്ട് കഴിയില്ല. പോലീസിൻ്റെ തല്ല് മേടിക്കുവാൻ പറ്റില്ല ഇപ്പോൾ. അപ്പോൾ അവിടെ ക്രമസമാധാന പ്രശ്നമുണ്ടാകും. ഇതൊക്കെ അറിയാവുന്ന സമയമാണ്. എന്നിട്ടും പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നു. അവിടെ ഗവർണർ ഇങ്ങനെ ഒരാളായതുകൊണ്ട്, ആരിഫ് മുഹമ്മദ് ഖാൻ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പ്രതികരിച്ചത്. അത് പൊതുസമൂഹം കാണുകയും ചെയ്തു. അവിടെ അത് വലിയ നാണക്കേടായി മാറുകയും ചെയ്തു SFIക്ക്. അപ്പോൾ പറയും
പറയുകയാണ് ഞങ്ങളിതെല്ലാം ഭാവനയിൽ കണ്ട കാര്യങ്ങളാണ്, ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നതൊന്നും പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നതല്ല എന്ന്. അത് ഭയങ്കര നാണക്കേടായി പോകും. ഞാൻ മഞ്ജുഷ്, ഈ ചർച്ചയിൽ ഇപ്പോൾ ഇതിന്റെ രണ്ടാം ഭാഗം കേട്ടപ്പോഴാണ് എനിക്ക് വളരെ വളരെ ഈ ഭാവനയെ സംബന്ധിച്ചുള്ള വളരെ വലിയ വ്യാഖ്യാനങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഏറെ സഹതാപത്തോടു കൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയെ കാണുന്നത്. അദ്ദേഹം ഭാവനയിൽ അദ്ദേഹമാണ് ഈ സമരത്തെ കാണുന്നത്. അദ്ദേഹം അടിവരയിട്ടുകൊണ്ട് ഗവർണർക്കെതിരെ സമരം നടത്തുകയാണ് പോലും. എന്ത് വിഡ്ഢിത്തമാണ് കേരളത്തിലെമ്പാടുമുള്ള ഈ കോൺഗ്രസ്സുകാരുടെ പ്രതിനിധി ഈ ചർച്ചയിൽ വന്നിരുന്ന് എഴുന്നള്ളിക്കുന്നത്. ഇതല്ലേ കേരളത്തിലെമ്പാടും ഇന്ത്യയിലെമ്പാടും ആ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. കേരളത്തിലെമ്പാടുമുള്ള കോളേജ് ക്യാമ്പസുകളിൽ KSUവിന്റെ പോലും കാണാനില്ലാത്ത ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സാഹചര്യം, വിദ്യാഭ്യാസ സാഹചര്യം കേരളത്തിലും ഇന്ത്യയിലും വന്നു ചേർന്നിട്ട് ആ സാഹചര്യത്തിൽ വന്നിരുന്നു കൊണ്ട് ആ ഗവർണറുടെ ഓശാരം പറ്റി 3 സെനറ്റ് മെമ്പർമാരെ വാങ്ങിയെടുത്തതിന്റെ പ്രതിഫലമായി വന്നിരുന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിക്കുകയാണ്, ഇടതുപക്ഷം പറയുന്നത് വിഡ്ഢിത്തമല്ലേ? ഇടതുപക്ഷം ഭാവനാ സാമ്രാജ്യത്തിൽ സമരം നടത്തുകയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗവർണർ ഇന്നലെ ഇറങ്ങി നിന്ന് നമ്മുടെ നാട്ടിലെ ഒരു പണിക്കാരൻ ചെയ്യുന്ന പണി, ഇനിയിപ്പോ ഞാൻ അത് പറഞ്ഞാൽ പറയും പണിക്കാരെ അപമാനിക്കുകയാണോ, സാധാരണ പണിക്കാരെ അപമാനിക്കുകയാണോ എന്നുള്ള ബോധ നിലവാരത്തിലാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതല്ല ഉദ്ദേശിക്കുന്നത്. ഗവർണർ വന്നു നിന്ന് ഒരു ബാനർ അഴിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് പകരം 10 ബാനർ കെട്ടാനുള്ള ആർജവവും തന്റെ ഇടവും SFI ആ ക്യാമ്പസിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വെർബലായ അർത്ഥം എടുത്തുകൊണ്ട് ആരാ ഇത് പറയുന്നേ? കേരളത്തിലില്ല, ഇന്ത്യയിൽ എങ്ങുമില്ലാത്ത KSU എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് പറയുകയാണ് ഞങ്ങൾ അടിവരയിട്ട് ഗവർണറോട് പ്രതിഷേധിക്കുന്നു പോലും. നമ്മളെ ചിരിപ്പിക്കാം, പക്ഷെ ഇക്കിളാക്കിയും കൂടെ ചിരിപ്പിക്കരുത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഏത് തരത്തിലാണ് SFIയുടെ സമരത്തിന് മുകളിലേക്ക് ഗവർണർ വന്നു എന്ന് മഞ്ജുഷും അതോടൊപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള ആളുകളും പറയുന്നത്? ഗവർണർ ഇറങ്ങി കോഴിക്കോട്ട് മിഠായി തെരുവിലൂടെ നടന്നു, അപ്പോ SFIക്കാർ പോയി തല്ലിയില്ല. അതാണോ കോൺഗ്രസ്സുകാരന്റെ പരാതി? അതാണോ പണിക്കരുടെ പരാതി? അതാണോ മഞ്ജുഷിന്റെ പരാതി? അതായിരുന്നോ SFI ചെയ്യേണ്ടിയിരുന്നത്? അപ്പോ അതൊന്നും സാധിക്കുകയില്ല എന്നറിയാം. SFI മറ്റാരെങ്കിലുമാണ് ഭരിക്കുന്നതെങ്കിൽ SFI ഒരു കൈ നോക്കിയേനെ. ഒരു കൈ നോക്കിയേനെ. ഇപ്പോൾ എന്തായാലും SFIക്ക് അതൊന്നും സാധിക്കുകയില്ല. വെറുതെ ഈ വീമ്പ് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. SFI വിചാരിക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഗവർണർ വാഹനത്തിൽ നിന്ന് അന്ന് തലസ്ഥാനത്ത് വെച്ച് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. അവിടെ വെച്ച് SFIയുടെ സമരങ്ങളെല്ലാം പൊളിയുകയായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് അദ്ദേഹം പറഞ്ഞ പല വാദഗതികളും പൊട്ടിച്ചിരിക്കാൻ തോന്നിയതാ. പക്ഷെ ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ചിരിക്കാതിരുന്നതാ. ഇവിടെ ആക്രമിക്കണം എന്നുള്ളതാണോ മഞ്ജുഷ് ഉദ്ദേശിക്കുന്നത്? മഞ്ജുഷ് പറയുന്നത് കേട്ടാൽ തോന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ SFI നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങളെല്ലാം അക്രമ സമരത്തിന്റെ പോരാട്ടങ്ങളായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. 1994 ഗീനാകുമാരി എന്ന് പറയുന്ന സർവകലാശാല യൂണിയന്റെ ചെയർമാന്റെ തലയടിച്ചു പൊളിച്ച പോലീസുകാരനെ, ആ പോലീസുകാരനെതിരെ എന്ത് അക്രമം സഖാവ് ഗീനാകുമാരി നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സഖാവിന്റെ തല തല്ലിപ്പൊളിച്ചത്? എന്ത് അക്രമ സമരം SFI നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്? കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലുണ്ടല്ലോ, ആലപ്പുഴയിൽ 2 പിള്ളേരെ, ഒരു KSUക്കാരനെയും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെയും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറയുന്ന അനിൽ കല്യൂർ ലാത്തി കൊണ്ടുവന്ന് അടിച്ച് തല പൊട്ടിക്കുന്ന കാഴ്ച കണ്ടിരുന്നു. എന്തിന്റെ പേരിലാണത്? അതെന്തിന്റെ പേരിലാണ്? ഞാൻ കേട്ടില്ല. അല്ല, കഴിഞ്ഞ ദിവസം ഈ ആലപ്പുഴയിലാണ് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെയും KSUക്കാരനെയും ഒരു കരിങ്കൊടി കൊണ്ടുവന്ന നവകേരള ബസിന്റെ അടുത്തും കണ്ടോ നിന്നതിന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ കല്യൂർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലാത്തി കൊണ്ട് തല തല്ലി പൊട്ടിക്കുന്ന കാഴ്ച കണ്ടു. അതെന്തിനു വേണ്ടിയായിരുന്നു? എന്താണ് ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ടെന്നേ. എന്താ കാണിച്ചു? രണ്ടുപേരും വന്ന് കരിങ്കൊടി പൊട്ടി കാണിച്ചു. കോൺഗ്രസ്സുകാർ നവകേരള ബസിന്റെ അടുത്തങ്ങ് മാറി നിന്നതൊന്നുമല്ല. അവരെന്താണ് ചെയ്തതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടിട്ടുണ്ട്.
എന്തായിരുന്നു? കേരളത്തിന്റെ പൊതുസമൂഹം അത് വിലയിരുത്തിയിട്ടുണ്ട്. എന്ത് കണ്ടു? എന്ത് ചെയ്തു അവര്? എന്ത് ചെയ്തു അവര്? എന്ത് ചെയ്തു? മഞ്ജുഷിന്റെ ന്യൂസ് ചാനലെങ്കിലും മഞ്ജുഷ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ PM ആർഷോയെ എങ്ങനെയാണ് പോലീസ് സ്വീകരിച്ചു കൊണ്ടുപോയത് എന്ന് ഈ പൊതുസമൂഹം കണ്ടതാണ്. പ്രിജി ഒരു കാര്യം, പ്രിജി അങ്ങനെയാണ് ഒരു സെക്കൻഡ്, പ്രിജി അങ്ങനെയാണ് ഒരു സെക്കൻഡ്. PM ആർഷോ എന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഏത് രീതിയിലാണ് പോലീസ് കാലിക്കറ്റ് സർവകലാശാലയിൽ ആനയിച്ചു കൊണ്ടുപോയതെന്നും പൊതുസമൂഹം കണ്ടതാണ്. ആദ്യം വാഹനത്തിൽ കയറ്റുന്നു, പിന്നെ കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ആർഷോ ഉണ്ട് മറ്റൊരു സ്ഥലത്ത് വന്ന് കുത്തിയിരിക്കുന്നു. അതെങ്ങനെയാണ് പോലീസ് ഒരു തവണ വാഹനത്തിൽ കയറ്റിയ ഒരു സമരക്കാരന് എങ്ങനെ പോലീസ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയും? ഇതെന്താണ് മാജിക്കാണോ അവിടെ സംഭവിക്കുന്നത്? സെക്രട്ടറിയോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ആർഷോ വരൂ, വണ്ടിയിൽ കയറൂ, നിങ്ങൾ കയറൂ, ഈ സമരം അവസാനിപ്പിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ തക്കുടുവാവേ വാവാവോ എന്ന് പറഞ്ഞെന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അതിനെ എന്തിനാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? കേരളത്തിലെ ഒരു പോലീസുകാരൻ വന്ന അദ്ദേഹത്തിന് കയ്യിലും കാലിലും പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ പറയുന്നു ആർഷോ വരൂ. പക്ഷെ ആർഷോ പറയുന്നുണ്ടല്ലോ അധികം എന്നോട് കളിക്കരുതെന്ന്, അങ്ങനെയും പറയുന്നുണ്ട്. അത് മാത്രമല്ല, വാഹനത്തിൽ കയറി കഴിഞ്ഞ് പിന്നെ ആർഷോയെ കാണുന്നില്ല. ആർഷോ ഇതിലൂടെ വെളിയിൽ വന്നു. ഒരു പോലീസ് വാഹനത്തിൽ കയറുന്ന ആൾക്ക് പിന്നീട് തിരിച്ചിറങ്ങുവാൻ പറ്റുമോ അതിൽ നിന്ന് സമരരംഗത്തേക്ക്? പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഒരു വിദ്യാർത്ഥി നേതാവിന് ആ സ്വാതന്ത്ര്യമില്ലേ കേരളത്തിന്റെ മണ്ണിൽ? ഒരു സമരത്തിനോട് സമര പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ കയ്യിലും കാലിലും തൂക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോ ആ വിദ്യാർത്ഥി നേതാവിന് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിന്റെ മണ്ണിലില്ലേ? താങ്കൾ ഈ തക്കുടുവാവേ എന്ന് വിളിച്ചല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സമരം ഒന്ന് തീർത്തു തരൂ സാറേ എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. 1.5 മണിക്കൂർ മുമ്പ് സമരം ചെയ്ത് ഞങ്ങളെ ഒന്ന് മാറ്റി തരുമോ എന്ന് ചോദിച്ചതുപോലെ ആയിപ്പോയി. ഈ തരത്തിലുള്ള വാക്ക് തർക്കങ്ങൾ പോലീസുമായി ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയും അല്ല, അത് ഇന്നും ഇന്നലെയും ഉണ്ടായ വാക്കുതർക്കങ്ങളല്ല. കേരളത്തിന്റെ വിദ്യാർത്ഥി സമരത്തിന്റെ പാതയിൽ, വിദ്യാർത്ഥി സമരത്തിന്റെ ചരിത്രത്തിൽ ഈ തരത്തിലുള്ള സന്ദർഭങ്ങൾ ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടെന്നേ. അങ്ങനെ പോലീസുകാരുമായി വാക്കുതർക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ഉണ്ടായിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ കേരളത്തിന്റെ വിദ്യാർത്ഥി സമര പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരി പ്രജി, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. എന്താണ് ഗവർണർ ഉദ്ദേശിക്കുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? ഈ ഗവർണറുടെ ഉദ്ദേശ്യം എന്താണ് എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള സംശയവുമുണ്ടല്ലോ. ഇനി സർക്കാരിനെ പിരിച്ചു പിടിപ്പിക്കാൻ വേണ്ടിയാണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, രാഷ്ട്രപതി ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണോ എന്നുള്ള കാര്യമൊക്കെയുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? എന്താണ് ഈ ഗവർണർ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലല്ലോ. ഗവർണർക്കെതിരെ കേന്ദ്ര സർക്കാരിന് പരാതി നൽകുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അങ്ങനെ ഒരു പരാതി അദ്ദേഹത്തിനെതിരെ അയക്കുമോ, തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടുമോ? അങ്ങനെയൊക്കെ ഒരുപാട് സംശയമുണ്ട്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അല്ല, അത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാസാക്കുന്ന ബില്ലുകളോട് ഗവർണർ എടുക്കുന്ന സമീപനങ്ങൾ, അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്ന്, ഹൈക്കോടതിയിൽ നിന്ന് നിരവധി കൊട്ടുകൾ കിട്ടിയിട്ട് പോലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, ഇപ്പൊ കേരളത്തിന്റെ ധനകാര്യ മന്ത്രിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താ? എന്റെ പ്രീതി നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഇവിടെ അദ്ദേഹത്തിന്റെ പ്രീതി നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അന്ന് എന്തൊരു ചർച്ചയായിരുന്നു. ഞാനടക്കമുള്ള, മഞ്ജുഷ് അടക്കമുള്ള ആളുകൾ ഗവർണറുടെ പ്രീതി ധനകാര്യമന്ത്രിയിൽ നഷ്ടപ്പെട്ടു, ഇനി എന്ത് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ലേ? എവിടെ പോയ ആ ചർച്ചകൾ? അങ്ങനെ ഭരണഘടനാപരമല്ലാത്ത ചില പ്രസ്താവനകൾ നടത്തി കേരളത്തിൽ ഒരു മതമൗലികവാദത്തിന്റെ, വർഗീയതയുടെ വിഷവിത്തുകൾ പാകിക്കൊണ്ട് കേരളത്തിൽ BJPയെയും അതോടൊപ്പം തന്നെ വർഗീയ പ്രസ്ഥാനങ്ങളെയും ഒന്ന് വളർത്തിക്കളയാം, ഒന്ന് ആവേശം കൊള്ളിച്ചു കളയാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. കാരണം ഈ പ്രായോഗിക രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഈ ഗവർണർ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. അദ്ദേഹം നിൽക്കാത്ത രാഷ്ട്രീയ പാർട്ടികളില്ല. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഒരു പരിപാടി നടത്തി ഇവിടെ അതിന്റെ വിത്ത് വിളയിച്ചു കളയാം എന്നുള്ള ഒരു മോഹവുമായി വരുന്ന ഗവർണർക്ക് അടിവരയിട്ട് ഭാവനാ സാമ്രാജ്യത്തിലെ സമരം നടത്തുന്ന കോൺഗ്രസുകാരന്റെ പിന്തുണയോടുകൂടി കേരളത്തിന്റെ മണ്ണിൽ ഏതെങ്കിലും തരത്തിൽ ഒന്ന് സ്ഥാനമുറപ്പിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ ഇടപെടുകയാണ് പ്രജി. പക്ഷേ ഇത് കുറെ കാലമായിട്ട് പറയുന്ന കാര്യമാണ്, അങ്ങനെ ഈ RSSന് വളമേകുന്നതിന് വേണ്ടി ഗവർണർ പ്രവർത്തിക്കുന്നു എന്നൊക്കെ. പക്ഷേ എപ്പോഴിങ്ങനെ വിവാദം സർക്കാരും ഗവർണറും തമ്മിൽ ഉണ്ടാകുമോ അവസാനം അതൊരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് നീങ്ങുന്നതാണ് കണ്ടത്. കഴിഞ്ഞ നയപ്രഖ്യാപന സമയത്തൊക്കെ കണ്ടതാണ് അത്. ഇപ്പോൾ അടുത്ത നയപ്രഖ്യാപനം വരാൻ പോകുന്നു, നിയമസഭ വിളിച്ചു ചേർക്കാനിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വീണ്ടും ഇത്തരമൊരു വിവാദം വരുന്നു. ഞാൻ പറഞ്ഞത് അത് മുമ്പ് എപ്പോഴും എല്ലാ സമയത്തും ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകുന്നു എന്നതാണ്.
ശ്രീ പണിക്കർ, താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇപ്പോൾ പ്രജി പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള നീക്കം ഗവർണർ നടത്തുന്നുവെന്ന്? ഇപ്പോ അഡ്ജസ്റ്റ്മെന്റ് ഗവർണർ നടത്തിയത് കോൺഗ്രസുമായിട്ടല്ലേ? BJP-യുടെ 9 അംഗങ്ങളെയും കോൺഗ്രസിന്റെ 3 അംഗങ്ങളെയും ഒരു ലീഗിന്റെ അംഗത്തെയും അല്ലേ അദ്ദേഹം നോമിനേറ്റ് ചെയ്തത്? അതുകൊണ്ടല്ലേ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഇങ്ങനെ തലോടി ഭാവനാ സാമ്രാജ്യത്തിലെ സമര പരിപാടിയുമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? കോൺഗ്രസിന്റെ കഴിഞ്ഞകാല സമരങ്ങളൊക്കെ തന്നെ 8 മണി ചർച്ചയിൽ ഇതുപോലെ അവസാനിക്കുകയല്ലേ? ഗവർണർക്കെതിരെ എന്ത് സമരമാണ് ഈ സെനറ്റിൽ? ശ്രീ പണിക്കർ, താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് ഇതേക്കുറിച്ച്? ഗവർണറുടെ ഈ നീക്കങ്ങൾ, ഗവർണറുടെ ഉദ്ദേശം എന്താണ് അതിനെക്കുറിച്ച്? എന്നോടാണോ ചോദ്യം? അല്ല, ശ്രീജിത്ത്. ഓക്കെ, ബഹളത്തിനിടയ്ക്ക് ഞാൻ കേട്ടില്ല. എന്തായിരുന്നു ചോദ്യം എന്നോട് പറയൂ. അല്ല, ഗവർണറുടെ ഉദ്ദേശം എന്താണെന്നതിനെ കുറിച്ച് പല ചർച്ചകളുമുണ്ട്. ഇപ്പോൾ ഈ RSSന് വളക്കൂറ് നൽകുന്നതിന് വേണ്ടി, വളമേകുന്നതിന് വേണ്ടിയാണ് ഗവർണർ ഇങ്ങനെ നീക്കം നടത്തുന്നത് എന്നൊക്കെ ഈ ഗവർണർ വന്ന് ആദ്യ വിവാദമുണ്ടായപ്പോൾ മുതൽ ഉണ്ടായതാണ്. പക്ഷേ പിന്നീട് അഡ്ജസ്റ്റ്മെന്റുകളാണ് കണ്ടത്. സർക്കാരുമായി ഒത്തുപോകുന്ന ഗവർണറെയാണ്, ആരിഫ് മുഹമ്മദ് ഖാനെയാണ് കേരളം കണ്ടത്. ഇപ്പോഴും അതേ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുമോ? ഇതും ഒരു ഒത്തുതീർപ്പിൽ അവസാനിക്കുമോ? പക്ഷേ ഗവർണറെ തിരിച്ചു വിളിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് കത്തയക്കുന്ന കാര്യം പരിഗണനയിലുണ്ട് എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അല്ല, നോക്കൂ, ഇത് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ മോശമായിട്ടുണ്ട് ഈ ബന്ധം എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. കാരണം മുമ്പുണ്ടായിരുന്ന സമയത്ത് ഒരുപക്ഷെ അതൊന്ന് റീകൺസൈൽ ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ ഈ 2 ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പ്രതികരണങ്ങളിൽ കുറച്ചുകൂടി മൃദുത്വം ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നവകേരള സദസ്സിന്റെ പ്രസംഗവേദികളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വളരെ കടുത്ത ഭാഷയിൽ ഗവർണറെ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു അവസരവാദി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇപ്പുറത്ത് ഗവർണറും ഇതേപോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. അതായത് ഈ ഗുണ്ടകളെയൊക്കെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് പിണറായി വിജയനാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് എന്ന രീതിയിലത്തേക്ക് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടുള്ള രീതിയിലത്തേക്ക് വീണ്ടും ഒന്ന് റീകൺസൈൽ ചെയ്യാനുള്ള ഒരു അവസരം പോലും ഇല്ലാത്ത രീതിയിലത്തേക്ക് ഈ 2 പേരുടെയും സമീപനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഇന്ന് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ P. മോഹനന്റെ ഒരു പ്രതികരണവും സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ഗവർണറുടെ ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം കൊണ്ട് സർവകലാശാലയിൽ ചില കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിത നീക്കമുണ്ട്. ഒപ്പം സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൂടി അതിനെ വിലയിരുത്തുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്, ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് തുടങ്ങിയ രീതികളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ നമ്മൾ ഈ സർക്കാരിനെ പിരിച്ചുവിടുക എന്ന രീതിയിലത്തേക്കുള്ള ശുപാർശകളും കാര്യങ്ങളും ഒന്നും പണ്ടുള്ള കാലത്ത് അതെങ്ങനെയാണ് പ്രയോഗിച്ചിരുന്നത് എന്ന് വെച്ചാൽ അതേപോലെ തന്നെ പ്രായോഗികമല്ല. ആ രീതിയിൽ പണ്ടത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഈ രീതിയിൽ ഇന്ന് അങ്ങനെ അല്ല എന്നുള്ളതെല്ലാം നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നിലവിലുണ്ടായ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു ഓവർ റീഡിംഗ് ആണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഈ 2 ആൾക്കാരും തമ്മിൽ റീകൺസൈൽ ചെയ്യാനുള്ള ഒരു സാധ്യത എന്നത് വളരെ കുറവാണ് എന്നുള്ളതാണ് നിലവിൽ നമ്മൾ കാണുന്ന സാഹചര്യം. പിന്നെ മറ്റൊന്ന്, ശ്രീ പ്രിജി ഇവിടെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പലപ്പോഴും കോൺട്രഡിക്ടറിയാണ്. കാരണം അദ്ദേഹം പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, അവിടെ 2 ആൾക്കാർ, അവിടെ കരിങ്കൊടിയുമായി നിന്ന ആൾക്കാർ എന്താണ് അവിടെ ആ നവകേരള ബസ് വരുന്ന സമയത്ത് ചെയ്തത് എന്ന് നമ്മൾ എല്ലാവരും തന്നെ അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹം മൊത്തത്തിൽ കണ്ടു എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ പറയാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരുന്നോ അവിടെ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് പല ചാനലുകളുടെ ദൃശ്യങ്ങൾ ഞാൻ കണ്ടതാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ ഷൂട്ട് ചെയ്തിരുന്ന ചില ദൃശ്യങ്ങളും ഞാൻ കണ്ടതാണ്. അതിലൊന്നും തന്നെ ഇവർ എന്തെങ്കിലും രീതിയിൽ പ്രകോപനപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അരുതാത്തതായിട്ടുള്ള കാര്യങ്ങളോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. സാധാരണ രീതിയിലുള്ള ഒരു കരിങ്കൊടി പ്രതിഷേധം എന്ന രീതിയിൽ അവർ അവിടെ നിന്നിട്ട് കരിങ്കൊടി വീശുന്നു. അതിനുശേഷം അവർ അവിടെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ ഏറ്റവും കൂടുതൽ അപ്രീഷിയബിൾ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം. കാരണം അവർ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വാഹനം കടന്നു പോയതിനു ശേഷം അവർ പിന്നീട് പ്രകോപനത്തിനൊന്നും പോകുന്നില്ല. അവരോട് കൂടെ പൂർണ്ണമായിട്ടും ഈ പോലീസിനോട് സഹകരിക്കുകയാണ്. ആ സമയത്താണ് അവിടെ പിന്നാലെ ഒരു വണ്ടി വരുന്നതും അതിൽ നിന്ന് ഗൺമാൻ ഇറങ്ങുന്നതും തല്ലുന്നതും പിന്നീട് ഈ സഫാരി സൂട്ടിട്ടിരിക്കുന്ന കുറേയധികം അംഗരക്ഷകരൊക്കെ വന്നതിന് ശേഷം അവരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നതും. അപ്പൊ ഇത് കണ്ടതിന് ശേഷം നമ്മളോട് പറയുന്നത് എന്താണ്? ശ്രീ പ്രിജിതന്റെ പറയുന്നത് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് എന്നാണ്. എന്നാൽ അത് എന്താണെന്ന് അദ്ദേഹം പറയുന്നില്ല. എന്നാൽ അടുത്ത ശ്വാസത്തിൽ അദ്ദേഹം പറയുന്നത് നോക്കൂ, ആർഷോയെ പറ്റി അദ്ദേഹം പറയുന്നത് നോക്കൂ. ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവിന് ഇങ്ങനെ പോലീസിനോട് സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ലേ? അങ്ങനെയുള്ള ഒരു ജനാധിപത്യ സമൂഹമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇത് യൂത്ത് കോൺഗ്രസിനില്ലേ? അല്ലെങ്കിൽ KSUക്കാർക്കില്ലേ? ഇത് SFIക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതരം അവകാശമാണോ? അല്ല.
അങ്ങനെ ഒരു പ്രത്യേക സവിശേഷ അധികാരമോ അവകാശമോ ഒന്നുമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം തന്നെ നോക്കുക. ഇവരുടെ ഓരോ ആൾക്കാരുടെയും ഇതിൽ ഈ പറയുന്ന ആൾക്കാരിൽ എത്ര പേരൊക്കെ ഈ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ ജാമ്യം പോലും നിഷേധിക്കപ്പെട്ടിട്ട് പുറത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചു നോക്കുക. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരെന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ നമ്മൾ ഊഹിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ വെട്ടിലാകുന്നത് ശ്രീ പ്രിജിയുടെ വാദം കടമെടുത്താൽ അദ്ദേഹത്തിന്റെ വശം തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ പറയാതിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, അദ്ദേഹം ഇവിടെ കോൺഗ്രസിനെ പറ്റി അദ്ദേഹം പറയുന്നു KSUവിന്റെ കെ പോലും ഇന്ന് കേരളത്തിൽ കാണാനില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ കെ എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ ഈ ഇടതുപക്ഷം എടുത്തുകൊണ്ട് പോയതുകൊണ്ടായിരിക്കും KSUവിന്റെ കെ ഇല്ലാത്തത്. പക്ഷേ ഇന്ത്യയിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കിയാലും BJP ഇതര കക്ഷി അല്ലെങ്കിൽ ABVP ഇതര കക്ഷി എന്ന രീതിയിൽ വിദ്യാർത്ഥി സംഘടനകളിൽ ഉള്ളത് NSU തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അതേപോലെ തന്നെ BJPയുടെ ബദൽ എന്ന് പറയാവുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കാര്യം നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാലും കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് ശക്തിക്ഷയം സംഭവിച്ചിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും അവരുടെ പെർഫോമൻസ് ഒരുപക്ഷെ മറ്റുള്ള ആൾക്കാർ വിചാരിക്കുന്ന രീതിയിലത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഈ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നൊക്കെ അദ്ദേഹം എന്തിന്റെ പേരിലാണ് വെല്ലുവിളിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കളുടെ പ്രസ്ഥാനത്തിന് പിന്നെ ലോക്സഭയിൽ എത്ര 3 സീറ്റാണ് ഉള്ളത്. അതിൽ 2 DMK തമിഴ്നാട്ടിൽ നിന്ന് ഡൊണേറ്റ് ചെയ്തതിന്റെ പേരിൽ അവിടെ അവരുടെ കൂടെ പിന്തുണയോടുകൂടി വന്നിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നിന്നിട്ട് നമ്മൾ ഈ മൃതപ്രായനായിട്ടുള്ള ഒരാൾ, ചെറിയ പ്രശ്നമുള്ള നടന്നു പോകുന്ന ഒരാളിനെ കളിയാക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. ദയവായി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഒരുപക്ഷെ താങ്കൾ പറയുന്ന സമയത്ത് പല കാര്യങ്ങളും പറയുന്ന സമയത്ത് അറിയാതെ ചിരിച്ചു പോയതാണ്, ക്ഷമ ചോദിക്കുന്നു. പക്ഷെ അത് കേട്ട് കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ ഈ സമരത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും എന്തൊക്കെ മുദ്രാവാക്യങ്ങൾ വിളിക്കാം ശ്രീ പ്രജി, ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരിഫ് മുഹമ്മദ് ഖാന്റെ കക്കൂസ് കഴുകുന്നുവെങ്കിൽ നീ പോയി കക്കൂസ് കഴുകിയാൽ മതി എന്ന് പറയുന്നത് ആരോടാണ്? നമ്മുടെ പിണറായി വിജയന്റെ പോലീസിനോടാണ്. താങ്കൾക്ക് പിണറായി വിജയന്റെ വകുപ്പിലുള്ള ആൾക്കാരോട്, അവിടുത്തെ ജീവനക്കാരോട് ഒരു ബഹുമാനമില്ലേ? അവർക്ക് അന്തസ്സോടുകൂടി ജോലി ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ടാകണ്ടേ? ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും ഈ മുദ്രാവാക്യം, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ഇതുപോലെ പ്രതീകാത്മകമായിട്ടെന്നോ ഭാവനാത്മകമായിട്ടെന്നോ ഒക്കെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ ഭാഗമായിട്ട് പോടാ പുല്ലേ പോലീസ് എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. പോലീസ് ഞങ്ങൾക്ക് പുല്ലാണേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ രീതിയിലത്തേക്കൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ നീ പോയി കക്കൂസ് കഴിക്കണം, അല്ലാതെ ഇവിടെ വരരുത്. ഈ കരിങ്കൊടി കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഹാലിളകുന്നു എന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും ഒക്കെ അംഗരക്ഷകർ തല്ലുന്നത്. പക്ഷെ ഇവിടെ ഈ ബാനർ കണ്ടതുകൊണ്ട് എന്തിന് പ്രകോപിതനാകണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ? ജനാധിപത്യ സമരങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണെന്ന് അദ്ദേഹം സ്വയം പറയാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ SFIയുടെ ബാനർ എന്തിന് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കണം? അത് നീക്കാൻ ആവശ്യപ്പെടണം. SFI തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ ആർഷോ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ മറ്റുള്ളവരുടെ ബാനറുകളൊന്നും ക്യാമ്പസിൽ നശിപ്പിക്കുകയില്ല, ഒരെണ്ണം മാത്രം പ്രതീകാത്മകമായി ഞങ്ങൾ നശിപ്പിക്കും. അത് ജനാധിപത്യ വിരുദ്ധമായ സമരം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് ഇതര സംഘടനകളുടെ ഒരു ബാനർ ഞങ്ങൾ നശിപ്പിക്കും, അത് RSS അനുകൂല മുദ്രാവാക്യം എഴുതി വെച്ചിട്ടുള്ള ബാനർ ആയിരിക്കും നശിപ്പിക്കുക എന്നും പറയുകയുണ്ടായി. അപ്പോൾ ഈ ജനാധിപത്യ സമരങ്ങളെ എന്തിന് ഗവർണർ ഇങ്ങനെ പ്രകോപിതനായ സ്വരത്തിലും ബോഡി ലാംഗ്വേജിലും കൂടെയും നേരിടണം? ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിവായി നിന്നുകൂടായിരുന്നു? അല്ല, തീർച്ചയായിട്ടും നോക്കൂ, അത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ബാനർ എഴുതിയിട്ടുള്ള പ്രതിഷേധം എന്ന് പറയുന്നതാണെങ്കിലോ കരിങ്കൊടി പ്രതിഷേധമാണെന്ന് പറയുന്നതോ ഒക്കെ തന്നെ സമാധാനപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന സന്ദേശം എന്താണ്, അതിലുള്ള എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള പരാമർശമുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷേ മഞ്ജുഷ് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് ഗവർണറും SFIയും തമ്മിലുള്ള ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. ഇത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ SFIക്കാരെ പറ്റി ഒന്നുമല്ല ഗവർണർ പറയുന്നത്. അവരെ പറ്റി പറയുന്നത് എന്താണ്? അവർ ക്രിമിനലുകളാണ്, അവർ ഗുണ്ടകളാണ് എന്നുള്ള പരാമർശത്തിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത് പിണറായി വിജയനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫൈറ്റ് എന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ SFI എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് യൂണിയന്റെ മുന്നിൽ ആളാകാനോ ഉള്ള ഒരു ശ്രമമോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൽ ഗവർണർക്കെതിരെ മാത്രമായിട്ട് മുദ്രാവാക്യം വിളിക്കുകയും എന്നാൽ മറ്റു പല വിഷയങ്ങളിലും സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടെ ഗവർണറുടെ ഭാഗം ശരിയാണ് എന്ന് വന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ VC നിയമനം സംസ്ഥാന സർക്കാരിന്റെ താല്പര്യത്തിനനുസരിച്ച് അവിടെ സംസ്ഥാന സർക്കാരിന്റെ അൺവാറന്റഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്ന, അത് പേറ്റന്റ്ലി ഇല്ലീഗലാണ് എന്ന് പറഞ്ഞിരിക്കുന്ന, ഇവിടെ നമ്മുടെ മന്ത്രിമാരൊക്കെ നമ്മളോട് പറയുന്നതിന് വിരുദ്ധമായിട്ട് പ്രോ ചാൻസലർക്ക് ഒരു അധികാരവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സുപ്രീം കോടതി വിധി ഇവിടെ വന്നപ്പോൾ ഈ ജനാധിപത്യ സംരക്ഷണത്തിനോ സർവകലാശാല സംരക്ഷണത്തിനോ നിൽക്കുന്ന SFI പിള്ളേര് കമാന്ന് 2 അക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഇരട്ടത്താപ്പ് പ്രകടമാണ്. പിന്നെ തന്നെ അതിനോട് താങ്കൾ എന്തായാലും യോജിക്കുന്നില്ലല്ലോ അല്ലേ? അങ്ങനെ ഒരു ആവശ്യപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു.
അല്ല, തീർച്ചയായിട്ടും അത് രണ്ട് ഭാഗത്തും ഞാൻ യോജിക്കുന്നില്ല. കാരണം ബാനർ അവിടെ കെട്ടിയിരിക്കുക എന്ന് പറയുന്നത് സമാധാനം, അതിലെ എല്ലാ ബാനറുകളിലെയും സന്ദേശം പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ബാനർ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ സമാധാനപരമായിട്ടുള്ള ഒരു സന്ദേശത്തിന്റെ, ഒരു പ്രതിഷേധ മാർഗത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ വിമർശിക്കേണ്ടുന്ന ഒരു കാര്യം, SFIക്കാർ അവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അതിൽ ഒരെണ്ണം മാറ്റും എന്നുള്ളതാണ്. അതായത് ഈ സംഘപരിവാർ അനുകൂലമായിട്ടുള്ള ഒരു ബാനർ അത് ഞങ്ങൾ കത്തിക്കുമെന്നോ അത് ഞങ്ങൾ മാറ്റുമെന്നോ എന്നോ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന എന്തോ ഞാൻ ശ്രദ്ധിച്ചു. വ്യക്തമായിട്ട് അവർ പറഞ്ഞിരുന്നത് കത്തിക്കുമെന്നാണോ അത് നശിപ്പിക്കുമെന്നാണോ മാറ്റുമെന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനും കേട്ടോ, ഞാൻ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അങ്ങനെ അവർ ഞാൻ പറയുന്നത് ആ തന്നെയാണ്, കാരണം അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അറിയാം. പക്ഷേ ഗവർണർ ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് ഞങ്ങൾ അത് ചെയ്യുമെന്ന്. അല്ല, അവിടെയാണ് പ്രശ്നം. അതായത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന ആൾക്കാരും അത് മാറ്റാൻ പറയുന്ന ഗവർണറും തമ്മിൽ ആശയപരമായിട്ട് അപ്പൊ എന്ത് ഭിന്നതയാണ്? ഗവർണറാണ് പ്രകോപനം ഉണ്ടാക്കിയത് ശ്രീജിത്ത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് ചെയ്യുന്ന ആൾക്കാർ നോക്കൂ, ഇത് തന്നെയാണ് ഞാൻ അല്പം പ്രിജിയുടെ കാര്യത്തിൽ പറഞ്ഞത് തന്നെയാണ്. ഇത് സമാധാനപരമായി പ്രതിഷേധിക്കാനും പോലീസിനെ വെല്ലുവിളിക്കാനും എല്ലാമുള്ള അധികാരം ഇവിടെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ സംഘടനയ്ക്ക് മാത്രമേ അതുള്ളൂ എന്നുള്ള രീതിയിലെത്തിയതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആൾക്കാർ ഇവിടെ പ്രതിഷേധിക്കുന്നതിൽ എന്താണ് പ്രശ്നം? അവരാരെങ്കിലും തല്ലാൻ വേണ്ടിയിട്ട് വന്നോ? KSUക്കാർ എവിടെയെങ്കിലും ആരുടെയെങ്കിലും തല തല്ലാൻ വേണ്ടിയിട്ട് വന്നോ? കരിങ്കൊടി എന്ന് പറയുന്നത് ഒരു ഇരട്ട നീതി കേരളത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം. ശ്രീ നിജേഷ് അരവിന്ദ്, നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടി, അതായത് ഗവർണറിൽ നിന്ന് കിട്ടാനുള്ള പദവികൾ കിട്ടി, അതുകൊണ്ട് നിങ്ങളുടെ പ്രതിഷേധത്തിന് അത് ഉയർന്നു കേൾക്കുന്നില്ല. ഇതാണ് പ്രിജി പറഞ്ഞത്. കാരണം സെനറ്റിലേക്കുള്ള നോമിനേഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് പ്രാതിനിധ്യം തന്നു ഗവർണർ RSSകാർക്കൊപ്പം, അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്കെന്ന്. മഞ്ജുഷേ, എവിടെയാണ് ഈ വിഷയം ആരംഭിച്ചത്? കണ്ണൂർ സർവകലാശാല VCയെ നിയമിച്ചു. പിണറായി വിജയൻ റെക്കമെൻഡ് ചെയ്ത, അന്ന് തന്നെ അയോഗ്യനാണ് എന്നും അതിന് യോഗ്യതയില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞ വ്യക്തിയെ VCയായി നിയമിച്ചു. റെക്കമെൻഡ് ചെയ്തത് പിണറായി വിജയൻ, നടപ്പിലാക്കിയത് ആരിഫ് മുഹമ്മദ് ഖാൻ. ആളുകൾ കോടതിയിൽ പോയി. കോടതിയിൽ പോയ സമയത്ത് ഗവർണർ പറഞ്ഞു, എന്നെ പ്രഷർ ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ തിരിച്ച് കോടതി പറഞ്ഞു, നിങ്ങൾക്ക് അതിന്റെ അവകാശമുണ്ട്, നിങ്ങളാണത് ചെയ്യേണ്ടത്. ആ ഒരു പഴുതിൽ പിടിച്ചുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട, അല്ലെ അദ്ദേഹത്തിന് താല്പര്യമുള്ള കുറെ ആളുകളെ സെനറ്റിലേക്ക് തിരികെ കയറ്റിയത്. ആരാണ് യഥാർത്ഥ ഉത്തരവാദി? നേരത്തെ പിണറായി വിജയൻ യോഗ്യനായ ഒരാളെയാണ് കൊടുത്തിരുന്നത് എങ്കിൽ ഈ തർക്കത്തിലേക്ക് പോകുമായിരുന്നോ? നമ്മളൊരു അക്കാദമിക് ചോദ്യത്തിലേക്കാണ് പോകുമായിരുന്നോ? ഇല്ല. ഇനി രണ്ടാമത്തത്, ഈ പ്രശ്നം എവിടെ ആരംഭിക്കുന്നത്? ആരിഫ് മുഹമ്മദ് ഖാൻ ആളെ നോമിനേറ്റ് ചെയ്തു. അതിനെ നിയമപരമായി ഇപ്പോൾ തന്നെ കോടതിയിൽ 2 ഹർജി ഇടതുപക്ഷ അങ്ങനെയല്ല പ്രിജി പറഞ്ഞ കാര്യം, അത് അറിയാവുന്ന കാര്യവുമാണല്ലോ. ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും കുഴപ്പമില്ല, അവർക്ക് പ്രാതിനിധ്യം വന്നു അവിടെ. അവർക്ക് ഗവർണർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുത്തു. അതാണ് കോൺഗ്രസ്സുകാരെ കൂടെ ഇഷ്ടമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. വാക്കുകൾക്കിടയിലൂടെ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് സെനറ്റിൽ പ്രാതിനിധ്യം കൊടുത്തു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളാണ്, അത് കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസ്സുകാരും BJPക്കാരുമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. വെറുതെ ന്യായീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ വഷളായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പിടിച്ചു ഞങ്ങൾ വഷളൊന്നുമായി സമര രംഗത്ത് പോലും ഇല്ലാത്ത ഗവർണറുടെ കയ്യിൽ നിന്ന് ഈ അപകടങ്ങൾ മേടിച്ച് മിണ്ടാതിരിക്കുന്ന കോൺഗ്രസ്സുകാര് വഷളായി നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും എന്നെ ചിരിപ്പിക്കരുത്. നിങ്ങൾ തന്നെ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് ഹൈലി കോൺട്രഡിക്ടറി ആണ്. കാരണം നിങ്ങൾ പറഞ്ഞത് എന്താ? ഈ അവസരം ഗവർണർക്ക് ഇഷ്ടമുള്ള ആളുകളെ സെനറ്റിലെടുത്തു. അതിൽ 3 പേർ കോൺഗ്രസ്സുകാരാണെന്നേ, നിങ്ങളുടെ പാർട്ടിക്കാരാണെന്നേ. അതുകൊണ്ടാണെന്നേ നിങ്ങൾക്ക് സമരമില്ലാത്തത്, അതുകൊണ്ടാണെന്നേ നിങ്ങൾക്ക് പ്രതിഷേധമില്ലാത്തത്. നിങ്ങൾ അടിവരയിട്ടുകൊണ്ട് സമരമുണ്ട് എന്ന് 7 മണി ചർച്ചയിൽ മാത്രം വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നേ. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ ആ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ ഗവർണറുടെ ഇഷ്ടത്തിന് വേണ്ടി സ്ഥാപിച്ചെടുത്ത ആ അധികാരത്തിന്റെ ഭാഗമാകാൻ കോൺഗ്രസ്സുകാർ പോകാമായിരുന്നോ? നാണവും മാനവും ഉണ്ടായിരുന്നെങ്കിൽ പോകുമായിരുന്നോ? അല്ലെങ്കിൽ അത് രാജിവെച്ചൊഴിയണ്ടേ? ഇതൊന്നും ചെയ്യാതെ ആ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ വാങ്ങി പോക്കറ്റിലിട്ട ശേഷം ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് പറയാണ് ഞങ്ങൾ അടിവരയിട്ട് പ്രതിഷേധിക്കുന്നു. എന്താണ് നിങ്ങളുടെ പ്രതിഷേധം? അതൊന്ന് പറയൂ. എങ്ങനെയാണ് നിങ്ങൾ ഗവർണറോട് പ്രതിഷേധിച്ചത്? അതൊന്ന് പറയൂ. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത്
ഞങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗവർണർക്കെതിരെയുള്ള നിങ്ങളുടെ പ്രതിഷേധ സമരം എങ്ങനെയാണ്? പദവി ദുരുപയോഗം ചെയ്തതിനെ സംബന്ധിച്ച് കോൺഗ്രസ് കേരളത്തിൽ എന്ത് സമരമാണ് സംഘടിപ്പിച്ചത്? KSU എന്ത് സമരമാണ് സംഘടിപ്പിച്ചത്? അത് പറയൂ. കേരളത്തിൽ എന്ത് സമരമാണ് ചെയ്തത്? ഇപ്പോഴും നിങ്ങൾ ആ സ്ഥാനമാനങ്ങൾ ഹോൾഡ് ചെയ്യുകയല്ലേ? ഗവർണർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് സമ്മാനമായി സ്ഥാനങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യല്ലേ? അത് എന്തിനാണ് ഹോൾഡ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് രാജിവെക്കുന്നില്ല? അത് എന്തുകൊണ്ട് രാജിവെച്ച് നിങ്ങൾ വലിച്ചെറിയുന്നില്ല? ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ടുപോകുന്ന സമയത്ത്, നടന്നു പോകുന്ന സമയത്ത് ഇളിപ്യരായി നോക്കി നിന്ന ആളുകളാണ് നിങ്ങൾ. ഇളിപ്യരായി നോക്കിയതാണ്. ആ ഇളിപ്യ ഞങ്ങളെ നോക്കിയെങ്കിലും നിന്നല്ലോ. അഡ്വക്കേറ്റ് പി എ പ്രജി ഒരു കാര്യം കൂടി നിജേഷ് ചോദിച്ചിരുന്നു. കഴിഞ്ഞ റൗണ്ടിൽ ഒരു കാര്യം കൂടി ചോദിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതുപോലെ നടക്കാൻ കഴിയുമോ എന്ന്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടന്നതുപോലെ നടക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുമോ എന്ന് നിജേഷ് ചോദിച്ചിരുന്നു കേട്ടോ. അതിനുള്ള മറുപടി കൂടി അവസാനിപ്പിക്കാം. തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞാൽ എന്തെങ്കിലും ചില ബോധവും ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് ജാനേഷേ. ആദ്യം ആ കിട്ടിയ ഓശാരത്തിന് കിട്ടിയ ഗവർണറുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ സെനറ്റ് മെമ്പർഷിപ്പില്ലേ, അതൊന്ന് രാജിയെങ്കിലും വെക്കട്ടെ. നാണമുണ്ടെങ്കിൽ അതൊന്ന് രാജിവെച്ചിട്ട് ഈ ചർച്ചയ്ക്കകത്ത് വന്നിട്ട് പ്രതിഷേധിക്കാനേ. നിങ്ങൾ സമരമോ ചെയ്യുന്നില്ല, അത് പോട്ടെ. ആ സ്ഥാനമെങ്കിലും, അങ്ങനെ അദ്ദേഹത്തെ മണിയടിച്ച് മേടിച്ച ആ സ്ഥാനമില്ലേ, പകല് RSSും രാത്രി കോൺഗ്രസിന്റെ പണിയും ചെയ്തിട്ട് മേടിച്ചെടുത്ത ആ സ്ഥാനമില്ലേ, രാജിയെങ്കിലും വെച്ചിട്ട് ഈ ചർച്ചയ്ക്ക് വന്നിട്ട് അത് മാത്രം പറ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ്. നന്ദി ശ്രീ നിജേഷ് അരവിന്ദ്, അഡ്വക്കേറ്റ് പി എ പ്രജി, ശ്രീ ശ്രീജിത്ത് പണിക്കർ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: SFI ഗവർണർ പോരാട്ടം വിജയം ഗവർണർക്കോ? അതെ എന്ന് 84% പ്രേക്ഷകർ, അല്ല എന്ന് 12%, നിഷ്പക്ഷം 4%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി ഇവിടെ